മുഖ്യമന്ത്രിക്കെതിരായ ചന്ദ്രിക ലേഖനത്തിൽ പ്രതികരണവുമായി KM ഷാജി 24-നൊപ്പം തത്സമയം ചേരുന്നു. സമീർ സി മുഹമ്മദിനൊപ്പം ഇപ്പോൾ ഷാജിയുണ്ട്. സമീർ, ആദ്യം സമസ്തയുടെ മുഖപത്രം പിണറായി സർക്കാരിനെ വിമർശിക്കുന്നു, ഇപ്പോൾ ലീഗിന്റെ മുഖപത്രവും. എന്താണ് ഇത് നൽകുന്ന സന്ദേശമെന്നാണ് ഷാജി അടക്കം പറയുന്നത്? വേണു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ MLA-യുമായ KM ഷാജി നമുക്കൊപ്പം ചേരുകയാണ്. സുപ്രഭാതത്തിന് പിറകെ ചന്ദ്രികയും രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുഖം മാറുന്നു എന്നാണ്. എന്താണ് ആ വിഷയങ്ങളിലുള്ള പ്രതികരണം? അല്ല, ഈ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ മുഖം മാറുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്ന സാഹചര്യം മുസ്ലിം ലീഗിന് ഏകദേശം 2 സീറ്റിൽ മത്സരിച്ച് 5 ലക്ഷത്തോളം ഭൂരിപക്ഷം കിട്ടിയ പശ്ചാത്തലത്തിലാണ്. ഈ ഭൂരിപക്ഷം കിട്ടിയ വോട്ടുകൾ എവിടെ നിന്ന് കിട്ടിയതാണ് എന്തെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് നോക്കാം. പക്ഷേ തോറ്റതിൻ്റെ 20 സീറ്റുകളിൽ ഇടതുപക്ഷം തോറ്റുപോയതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അതൊരു മുഖമാണ്. ആ മുഖം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖമാണ്. കേരളത്തിൽ അനിവാര്യമായിട്ട് ഇടതുപക്ഷം രക്ഷപ്പെടണമെങ്കിലോ CPM രക്ഷപ്പെടണമെങ്കിലോ ഒരൊറ്റ മുഖം മാറ്റിയാൽ മതി, അത് പിണറായി വിജയൻ്റെ മുഖമാണ്. അതല്ലാണ്ട് ലീഗിൻ്റെ മുഖമല്ല ഇതിൽ കുഴപ്പമുള്ളത്. മുസ്ലിം ലീഗിൻ്റെ മുഖം ജമാഅത്ത് ഇസ്ലാമിയെ പോലെയോ അല്ലെങ്കിൽ SDPI പോലെയൊക്കെ മാറുന്നു എന്നുള്ളൊരു വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ലീഗിനെ വിലയിരുത്തിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞൊരു കാര്യം, വളരെ സോളിഡായിട്ടുള്ള പൊളിറ്റിക്കൽ വോട്ടുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്തൊക്കെ കുഴപ്പങ്ങളും അതിനകത്ത് വർത്തമാനങ്ങളൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാലും അകത്തത് ഭദ്രമാണെന്ന് ഉള്ളൊരു വിലയിരുത്തലാണ് പൊതുവിലുണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഒരു എക്സ്ട്രീമിസ്റ്റുകളോടും കോംപ്രമൈസ് ചെയ്യാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് എല്ലാവർക്കും അറിയാം. ഞങ്ങളൊരു പേരൊന്നും എടുത്ത് പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ മലപ്പുറത്ത് ഇതേ പൊന്നാനിയിൽ 2.5 ലക്ഷം വോട്ട് കിട്ടിയ പൊന്നാനിയിൽ അച്യുതാനന്ദന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്ന് വോട്ടിനുള്ള സകല വേഷവും കിട്ടിയിട്ടുള്ള പിണറായി വിജയൻ തന്നെ ഇത് പറയുമ്പോൾ അതിന് മലയാളത്തിലുള്ള നല്ല പ്രയോഗമുണ്ട്. ഞാനതിപ്പം ഒരു ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് ഞാനത് പറയണില്ല. മുണ്ടെടുക്കാത്ത മോദി എന്നാണ് ഇപ്പോൾ ചന്ദ്രിക മുഖപത്രം പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ ഒരൊറ്റ ഉദാഹരണം ഞാനതിന് പറയാം. ഇപ്പോൾ കേരളത്തിൽ CPM പരാജയപ്പെട്ടു പോകുമ്പോൾ അവരുടെ പരാജയത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് രസകരമായ കുറേ കാര്യങ്ങൾ. അവർ മുസ്ലിം ഇഷ്യൂസുകൾ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പലസ്തീൻ ഇഷ്യൂവിൽ വേണ്ടിയിരുന്നില്ല എന്നാണ്. ഒരു പരാജയത്തിൻ്റെ മുമ്പിൽ ലോകത്ത് തന്നെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു കോസിൽ നിന്ന് അവരത് ഇടപെട്ടത് മോശമായി പോയി എന്ന് പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ, രാഷ്ട്രീയത്തിലെടുക്കുന്ന നിലപാടുകൾ മുഴുവൻ വോട്ടുകൾക്ക് വേണ്ടി മാത്രമാകുമ്പോൾ പറ്റുന്നൊരു അബദ്ധമാണിത്. ആ അബദ്ധം തിരിച്ചറിയേണ്ടത് CPM ആണ്. ആത്മാർത്ഥമായിട്ടാണ് നിലപാടെടുത്തതെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. അത് വേറെ നിലപാടാണ്. അല്ലാതെ അതിൻ്റെ പേരിൽ വോട്ട് കൂടിയോ അതിൻ്റെ പേരിൽ വോട്ട് കുറഞ്ഞോ എന്ന് നോക്കലല്ല. വോട്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഈ കാലയളവിൽ പറയേണ്ട ഒരു രാഷ്ട്രീയം പറഞ്ഞു എന്ന രാഷ്ട്രീയ ബോധമാണ് വേണ്ടത്. അതല്ലാതെ BJP കളിക്കുന്ന ആ വൃത്തികെട്ട പൊളിറ്റിക്കൽ പ്ലേ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് CPM ആണ്. അതാണ് അതിൻ്റെ പ്രശ്നം. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നടപടി നേരത്തെ മുതൽ തന്നെ KM ഷാജി ഇടപെട്ട വ്യക്തി കൂടിയാണല്ലോ. അല്ല, TP ചന്ദ്രശേഖരൻ്റെ വധത്തിൻ്റെ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു, എൻ്റെ വീടിൻ്റെ പരിസരം, എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ട് ഞങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ വയ്യ എന്ന് പറയുന്ന തരത്തിലേക്ക് അക്രമത്തിൻ്റെ അങ്ങേ അറ്റത്തെ CPMൻ്റെ മുഖം വലിച്ചു കീറുന്നതിൻ്റെ പിറ്റേന്നാണ് ഷാഫി അടക്കമുള്ള കൊലപാതകികളെ പുറത്തുവിടാൻ ശ്രമം നടത്തുമെന്ന വാർത്ത വരുന്നത്. CPM നന്നാവുമല്ല എന്ന് വെച്ചാൽ ഈ അഹങ്കാരവും ധിക്കാരവും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്ത മാർക്കറ്റിംഗ് കുറച്ച് മോശമായി, എന്നാൽ അതിൻ്റെ പുതിയ തരത്തിൽ മാർക്കറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അല്ലാതെ തിരുത്തുക എന്ന് പറയുന്ന ഒരു നിലപാട് അവർക്കില്ല. അവർ അതുകൊണ്ട് തന്നെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതിനേക്കാൾ വലിയ ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് പോകുന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ CPM ഇല്ലാതെയാവും. അവിടത്തേക്കാണ് അതിൻ്റെ പോക്ക്. വേണു, ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് CPIM-നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമെതിരെ KM ഷാജി നടത്തുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. രൂക്ഷമായ വിമർശനമാണ് KM ഷാജി നടത്തിയിരിക്കുന്നത്. ലീഗിന്റെ രാഷ്ട്രീയ മുഖം മാറുന്നു എന്ന പിണറായി വിജയന്റെ വിമർശനത്തിനുള്ള കൃത്യമായ മറുപടി ഇപ്പോൾ ഷാജി നൽകിയിരിക്കുകയാണ്. 19 CPM തോറ്റതിന് കാരണം ഒറ്റ മുഖമാണ്, പിണറായി എന്ന മുഖം. അത് മാറിയാൽ CPM രക്ഷപ്പെടുമെന്ന രൂക്ഷമായ വിമർശനമാണ് KM ഷാജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്.